പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ബൈബിളിലെ വളരെ കാതലായ ഒരു സത്യം മനസ്സിലാക്കുവാനും ഇന്ന് രാവിലെ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എൻ്റെ കേൾവിക്കാരായ ദൈവമക്കളെ ഓർപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ലൂക്കോസിന് ശേഷം 16-ാമത്തെ അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു ദേശത്ത് ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധനവാനാണ്, ആഡംബരപ്രിയനാണ്, നല്ല ധൂമറ വസ്ത്രം ധരിക്കുന്നവനാണ്, പട്ടുടുക്കുന്നവനാണ്, സുഖിച്ച് ജീവിക്കുന്നവനാണ്. അതേ സ്ഥലത്ത് ഒരു ദരിദ്രനായ മനുഷ്യൻ, അവൻ്റെ പേര് പറയുന്നത് ലാസർ എന്നാണ്. അവൻ രോഗിയാണ്. പാർക്കുവാൻ ഭവനമോ ഭക്ഷിക്കാൻ ആഹാരമോ നല്ല വസ്ത്രമില്ലാതെ വളരെ കഷ്ടത്തിൽ കൂടെ കടന്നു പോയവനാണ്. അവൻ ധനവാന്റെ വീട്ടിൽ നിന്ന് വീഴുന്ന എച്ചിലയിൽ നിന്ന് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ച് അവൻ്റെ പടിപ്പിൽ കിടക്കുന്നത് വായിക്കുന്നുണ്ട്. കാലങ്ങൾ മുമ്പോട്ട് കഴിഞ്ഞു. ഈ രോഗിയായി വ്രണം നിറഞ്ഞ ലാസർ മരിച്ചു. ലാസറിൻ്റെ ആത്മാവിനെ ദൂതന്മാർ പർദീസയിൽ കൊണ്ടുപോയി എന്നും, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പണക്കാരനായ ആ ധനവാനായ വ്യക്തിയും മരിച്ചു. അവൻ യാതനാ സ്ഥലത്ത് പോയി എന്ന് പറയുന്നൊരു സംഭവം അവിടെ വിവരിച്ചിട്ടുണ്ട്. 4 സുവിശേഷകന്മാരിൽ ലൂക്കോസ് മാത്രം എടുത്തു പറയുന്ന ഒരു പ്രത്യേകമായ കാര്യം ഇവിടെ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം, യാതനാ സ്ഥലത്ത് പോയ ആ ധനവാനായ വ്യക്തി യാതന അനുഭവിക്കുക, ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കഴിയുകയാണ്, തീജാലയിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുക. ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ അവൻ കണ്ണുയർത്തി മേലോട്ട് നോക്കിയെന്നും താൻ കണ്ടൊരു കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തി. പർദീസയിൽ അബ്രഹാമിൻ്റെ മടിയിൽ തൻ്റെ വീട്ടുവാതിൽക്കൽ ദരിദ്രനായി കിടന്ന് രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ ഗണിക്കാതിരുന്ന ആ വ്യക്തി വളരെ സന്തോഷത്തോടെ അബ്രഹാമിനോട് കൂടെ അബ്രഹാം മടിയിൽ നിന്ന് അവിടെ ഇരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ഈ യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാനായ വ്യക്തി ഒരപേക്ഷ പർദീസയുടെ അധികാരി അബ്രഹാമിന് സമർപ്പിക്കുന്നതായിട്ട് വായിക്കുന്നു. വിളിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണം. ഒന്നാമത്തെ അപേക്ഷ അതാ. രണ്ടാമത്തെ അപേക്ഷ, ആ ലാസറിനെ എൻ്റെ അടുക്കലേക്ക് ഒന്ന് അയച്ചിട്ട് അവനെ വിരൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാൻ അവനെ അയക്കണം എന്ന അപേക്ഷ. ഈ അപേക്ഷ നിരസിക്കപ്പെട്ടു. ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മൂന്നാമത്തെ അപേക്ഷ, അങ്ങനെയെങ്കിൽ ഈ ലാസറിനെ ഭൂമിയിൽ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ അയക്കണം. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരാരും ഇവിടെ വരരുത്. ആ അപേക്ഷയെ നിരസിക്കപ്പെട്ടു. അബ്രഹാം പിതാവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവരെ വാക്ക് കേട്ട് അവർ വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അടുത്ത അപേക്ഷ വെക്കുക. അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് അവരോട് ഈ കാര്യം സംസാരിച്ചാൽ അവർ മാനസാന്തരപ്പെടും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വിടാനായിട്ട് വ്യവസ്ഥയില്ല എന്ന് മറുപടിയിൽ ലഭിക്കുന്നുണ്ട്. നമ്മളൊരു പക്ഷേ വായിച്ച് കാണും, നമ്മുടെ കാര്യമായിട്ട് ഈ വാക്യം ഗമനിച്ച് കാണുകയല്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ അറിവുകളാണ് ഓരോ വ്യക്തിക്കുമുള്ളത്. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മരണത്തോടുകൂടെ നമ്മുടെ ആത്മാവ് എവിടെയോ ലയിച്ചു ചേരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, മരണത്തോടുകൂടെ നമ്മൾ പൊടി പണ്ടായിരുന്നത് പോലെ തിരികെ ഭൂമിയിലേക്ക് ചേരുകയും ആത്മാവോ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് നമ്മൾ അത് വായിക്കുന്നുണ്ട്. അപ്പം മരിച്ചതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു, ഇത് നമ്മൾ വ്യക്തമായി നമ്മൾ കണ്ടിട്ടില്ല. വായിച്ചറിവും കേട്ടറിവും മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ആഡംബരപ്രിയനായി സൂക്ഷിച്ച് ജീവിച്ച വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തൻ്റെ കണ്ണ് ഉയർത്തുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ദൈവത്തിന് പ്രകാരം ജീവിക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് തന്നെ അവിടെ കടന്നു പോകാൻ ഇടയായത്. നമ്മൾ ചിന്തിക്കുക,
പണക്കാരെല്ലാം നരകത്തിലേ പോകത്തുള്ളൂ എന്നൊരു വാദഗതി പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ അബ്രഹാം പിതാവ് മഹാധനവാനാണ്. അബ്രഹാം പഴയമത്തിൽ വിശ്വാസിയുടെ പിതാവ് അബ്രഹാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ 318 അഭ്യാസികളുണ്ട്. ഹിത്യരെന്ന് പറയുന്ന ദേശക്കാർ അബ്രഹാമിനെ നീ ഞങ്ങളുടെ ദേശം പ്രഭുവാണെന്ന് പറയുക. അത്ര ധനവാനാണ്. ആടുമാടും സമ്പത്തും ദാസന്മാരും എല്ലാം കൊണ്ടും. പക്ഷേ ഇദ്ദേഹം വളരെ ദൈവഭക്തനും ദൈവഭയമുള്ളവനും ദൈവത്തെ അനുസരിക്കുന്നവനും ദൈവത്തിന് യാഗം കഴിപ്പിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞ അബ്രഹാമിൻ്റെ സ്നേഹിതനാണ്. ആ രീതിയിൽ ജീവിച്ച ധനവാനായ അബ്രഹാം പർദീസയ്ക്ക് യോഗ്യനായി. ആ വ്യക്തിയുടെ അടുക്കലാണ് കാലങ്ങൾ മുമ്പോട്ട് കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ഈ പറഞ്ഞ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദരിദ്രനായ ലാസർ ചെന്നെത്തിയ ആ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുക, ധനവാനായ അബ്രഹാം, ദരിദ്രനായ ലാസർ, കീഴെ യാതനാസ്ഥലം ധനവാനൊരു വ്യക്തി. അപ്പോൾ ധനവാന്മാർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? കഴിയും, ഒരു തെറ്റുമില്ല. പക്ഷെ അവർ ജീവിക്കേണ്ടതോടെ ജീവിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു നമുക്ക് മാനസാന്തരം ഉണ്ടാകണമെന്ന്, ദൈവവിശ്വാസം ഉണ്ടാകണം. മാനസാന്തരപ്പെട്ട് അതിന് യോഗ്യമായ ഫലം കാഴ്ച നമ്മൾ ജീവിക്കണം. ഇത് ജീവിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. പക്ഷേ ഈ യാതനാസ്ഥലത്ത് ധനവാനും അദ്ദേഹത്തിന് 5 എന്ന് വെച്ചാൽ 6 ചേട്ടനിയന്മാരാണ്. ഇത് മൂത്ത ചേട്ടനാണെന്ന് ചിന്തിക്കുക. അവരാരും ദൈവഭയമുള്ളവരല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പണം കൂടുന്തോറും ദൈവഭയം മനുഷ്യന് കുറയും. അതുകൂടെ കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗ്ഗത്തിൽ പോകുന്നത് ഒട്ടകം സൂചിക്കൂടെ കൂടെ, അതാ എളുപ്പമെന്നാണ് വായിക്കുക. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ധനവാന്മാർ ദിവ്യാഗ്രഹികളുമായി പിന്നെ അതിൻ്റെ ആഡംബരപ്രിയരായി സുഖിച്ച് പൊളച്ച് ജീവിക്കും. പക്ഷേ ദൈവഭയമില്ലാതെ മാനസാന്തരപ്പെടാതെ ജീവിച്ചാൽ ദരിദ്രനായുള്ള പർദീസയ്ക്കോ സ്വർഗ്ഗത്തിൽ പോകുന്നു ബൈബിളിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഈ ധനവാൻ അവസാനത്തെ റിക്വസ്റ്റ് ഇതാണ്, അല്ലെങ്കിൽ അവൻ അപേക്ഷിക്കുന്നത് ഇതാണ്, 5 സഹോദരന്മാരിവിടെ വരരുത്. പ്രിയ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മാതാവോ പിതാവോ സഹോദരന്മാരോ ആരെങ്കിലും ഈ യാതനാ സ്ഥലത്താണ് പോയതെങ്കിൽ അവരവിടെ കടന്നു പോകണം, എൻ്റെ ആരും ഇവിടെ വരില്ലേ എന്ന്. എന്നാൽ ഭൂമി ജീവിക്കുന്ന നമ്മൾ എൻ്റെ അപ്പൻ പോയെടുത്ത് എനിക്കും പോകണം, എൻ്റെ സഹോദരന്മാർ പോയെടുത്ത് എനിക്ക് പറക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വീമ്പിളക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മരിച്ചൊരു വ്യക്തി മരണാന്തര ജീവിതത്തെക്കുറിച്ച് പോയി ഒരുപക്ഷെ ഈ സഹോദരന്മാർക്കെല്ലാം ഈ ദരിദ്രനായ ലാസറിനെ പരിചയമുണ്ട്. ജേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പടിവാതിക്കൽ എവിടെയെങ്കിലും കൂനിക്കൂടി ഇരുന്ന് യേശുവിനെന്നൊക്കെ ഭക്ഷിക്കുന്ന ഗുണം നിറഞ്ഞ പട്ടി വന്ന് നക്കുന്ന ഈ ലാസർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇവരെല്ലാം കണ്ടു കാണും, ഇവർക്ക് പരിചയം കാണും. പക്ഷേ ഇവൻ തന്നെ പോകണം. ഇവിടെ പോയി നിൻ്റെ ജ്യേഷ്ഠൻ കിടക്കുന്ന ഇവിടെയാണെന്ന്, നിങ്ങൾ ഇതുപോലെ ജീവിച്ചാൽ ഇവിടെ വരും, ഇവിടെയേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ധനവാൻ ചിന്തിക്കുന്നത് അവർ മാനസാന്തരപ്പെടുമെന്നാണ്. അങ്ങനെ വിടാനായിട്ട് ദൈവവ്യവസ്ഥയില്ല. മരിച്ചൊരു വ്യക്തിയെയും ദൈവം ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയക്കത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമേ മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം ഭൂമിയിൽ വന്നിട്ട് നമ്മൾ വായിക്കുന്നുള്ളൂ. ബാക്കി ഒറ്റ വ്യക്തി പോലും ഈ രീതിയിലേക്ക് ദൈവം അയച്ചിട്ടില്ല, അയക്കത്തുമില്ല. ഇവിടെ നമുക്ക് പ്രമാണം തന്നിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, നമ്മൾ ഉപദേശിക്കാൻ ദൈവദാസന്മാരുണ്ട്. ഇവരിൽ നിന്നൊക്കെ കേട്ടു പഠിച്ച് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടു വന്നാൽ നമുക്കും ആ ധനവാനായ വ്യക്തിക്ക് പറ്റിയ അപകടം സംഭവിക്കത്തില്ല. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവമായി ഏറ്റെടുക്കേണ്ട വിഷയമായത്. നമ്മൾ മരിച്ചതിന് ശേഷം എങ്ങോട്ട് പോകും? ദിവസം പേരെഴുതി കാണാത്തവനെ തീപ്പോയി ദൈവം തള്ളിക്കളയും. ഇതൊക്കെ ബൈബിളിനകത്ത് വായിക്കുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരായി പ്രിയമോട് ഓർപ്പിക്കാനുള്ളത്, വളരെ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം നയിക്കണം. ഒരു ജീവിതം നമുക്ക് ഭൂമിയിലൂടെ 2 ജീവിതമില്ല. ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഭാവി മുഴുവനും നിത്യത മുഴുവനും കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും വിലാപത്തിൻ്റെ അവസ്ഥയായി മാറും. അത് മാറാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, മാനസാന്തരപ്പെടുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ഒരു വിശുദ്ധ ജീവൻ നയിക്കുക. അതിന് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. എൻ്റെ കേൾവിക്കാരെ എല്ലാം ദൈവം സഹായിക്കട്ടെ. പൈസ കർത്താവെ എല്ലാവരെയും ഓർത്ത സ്തോത്രം. എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ കൃപ ദൈവം നൽകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്.